അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആദ്യമായി ഇൻട്രഡക്ഷൻ എന്ന നിലക്ക് പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ഖദർ ഖളാ അനുസരിച്ചാണ് ഈ ഭൂമിയിൽ മുസ്ലിമും അമുസ്ലിമും ഉള്ളത്. അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും മുസ്ലിം ആക്കാമായിരുന്നു, പക്ഷെ അള്ളാഹു അത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരുപാട് സെക്ട്സ് ഉണ്ട്. അതും അള്ളാഹുവിന്റെ തീരുമാനം ഖദർ ഖളാ അനുസരിച്ചുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് നമ്മൾ സെക്ട്സ് ഉണ്ടാക്കണമെന്നോ സെക്റ്റായി നിലനിൽക്കണോ എന്നൊന്നുമല്ല, മറിച്ച് ഇതാണ് റിയാലിറ്റി. അപ്പോൾ നമ്മൾ പരസ്പരം സംവദിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ അഖ്ലാഖ് നഷ്ടപ്പെടാതെ വേണം, സ്നേഹത്തോടെയും കാരുണ്യത്തോടും കൂടെ വേണം നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും നമ്മുടെ വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ആരും എവിടെയും, പ്രത്യേകിച്ച് എൻ്റെ കമന്റ് ബോക്സിലാണെങ്കിലും എവിടെയാണെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ അത് അനിസ്ലാമികമായിട്ടുള്ള രീതിയിൽ മറ്റൊരാൾ ആക്ഷേപിക്കുന്നതാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ആ കമന്റ് ഇടുന്ന ആൾക്ക് മാത്രമാണ്. ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഇതിന് മറുപടി പറയില്ല, അത് ഞാൻ ഇന്നസെന്റ് ആണ് എന്ന് ഞാൻ പറയാണ്. നമ്മൾ മുമ്പൊരു വീഡിയോയില് ഈ വിഷയത്തിലേക്ക് വരാം. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ 3 പാർട്ടുകളായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അദ്ദേഹത്തിൻ്റെ ഐഡിയിൽ കാണിക്കുന്നത് അഖിൽ അബ്ദുള്ള എന്നാണ്. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ 3 പാർട്ടുകളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു സഹോദരൻ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത് കുറച്ചുകൂടി പുരോഗമനാത്മകമായിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ പറഞ്ഞെത്തിക്കുന്നത് അത് മൗലീദിലേക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അത് എന്താണ് എന്ന് വിശദീകരിക്കുവാൻ, അത് സംബന്ധമായിക്കൊണ്ട് സംസാരിക്കുവാനുള്ള റൈറ്റ്സ് നമുക്കുമുണ്ട്. അതാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ അദ്ദേഹം ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. അള്ളാഹുവിൻ്റെ ഖദറിലാണ് ഇവിടെ മുഴുവൻ ചരാചരങ്ങളും, മനുഷ്യരെന്നല്ല മുഴുവൻ ചരാചരങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മുസ്ലിങ്ങളായിട്ടുള്ള, അല്ലേ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലും മലക്കിലും കിതാബിലും ഒക്കെ വിശ്വസിക്കുന്ന, നാളെ ഒരു ലോകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഈമാൻ കാര്യത്തിലെ 6ാമത്തെ കാര്യം കൂടിയാണ് ഖദറിലുള്ള വിശ്വാസം. അതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം കമൻ്റ് ചെയ്യുന്ന വിഷയം സംബന്ധിച്ചുകൊണ്ട്, ഇത് വലിയൊരു വിഷയമാണ്. 3 പാർട്ടുകളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ. നമ്മളും 3 പാർട്ടുകളായിട്ട് തന്നെയാണ് ചെയ്യുക, ക്ഷമിക്കണം. അദ്ദേഹം പിന്നീട് പറഞ്ഞത് കമൻ്റ് ചെയ്യുന്ന വിഷയം സംബന്ധിച്ചാണ്. ഇത് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ടിക്ടോക്ക് പോലെയുള്ള ഏതോ ആപ്പിൽ ചെയ്ത ഒരു വീഡിയോ ആണ്. ഒരു സഹോദരിയുടെ വീഡിയോയ്ക്ക് മറുപടി ആയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കമൻറ്റുകൾ, മോശമായി ചെയ്യുന്ന കമൻറ്റുകൾ, ആ വിഷയത്തെക്കുറിച്ച് അത് എൻ്റെ വീഡിയോ കാണുന്നവരോടും നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ മോശമായിട്ട് കമൻറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്, അതിന് മറുപടി നൽകാറില്ല. ഇപ്പോൾ കുറച്ചായിട്ട് അനാവശ്യം പറയുന്ന ആളുകളെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്, അവരെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി എന്താണ് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ വിഷയമായിട്ട് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം, അല്ലേ? ഇതിലേക്ക് വരാം. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മൗലിദ് വിഷയത്തിൽ ഒരുപാട് മഹാന്മാരായിട്ടുള്ള പണ്ഡിതർ മൗലിദ് ആഘോഷം ഇങ്ങനെ നമ്മൾ കാണുന്ന രൂപത്തിൽ തുടങ്ങിയതിന് ശേഷം അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ബിദ്അത്താണെന്ന് പറയുന്നതിലൂടെ ഇവരെല്ലാവരും മുബ്തദീങ്ങളാണ്, പേച്ചവരാണ് എന്ന് പറയുന്ന ഒരു രീതി, അത് അപകടകരമാണ്. കാരണം പറയുന്നതിന് മുമ്പ് ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് സഹോദര. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയും അത് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിനും താബഈങ്ങൾക്കും താബഈങ്ങൾക്കും അങ്ങനെ അത് നമുക്ക് ഇസ്നാദുകളിലൂടെ നിലനിന്ന് വരുന്ന ഒരു കാര്യമാണ്. മൗലിദ് എന്ന് പറയുന്നൊരു കാര്യം മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന പല ആളുകളും, ആരാണ് പണ്ഡിതൻ? ആലിമാണ്. ആരാണ് ആലിമ്? അതൊക്കെ ഒന്നുകൂടിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അവിടേക്കൊന്നും പോകുന്നില്ല. ഇവിടെ പറഞ്ഞു വന്നത്, മൗലീദ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പല ആളുകളും അത് സ്വീകരിച്ചിരുന്നു, ആഘോഷിച്ചിരുന്നു. അങ്ങനെ അവരത് സ്വീകരിക്കുമ്പോൾ ആ ആളുകളെ കൂടി നമ്മൾ മുബ്തദിഅകൾ എന്ന് പറയേണ്ടി വരില്ലേ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള സംശയം. ഇവിടെ മൗലൂദ് അവിടെ നിൽക്കട്ടെ, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അത് സംബന്ധമായിക്കൊണ്ട് എത്രയോ ആളുകൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? ഇനി ഈ പറയപ്പെടുന്ന മൗലൂദ്,
ഇത് നബിദിനം എന്നുള്ളൊരു സംഭവം മാത്രമല്ലല്ലോ, 365 ദിവസം ഈ ബുക്കും കെട്ടെടുത്തിട്ട് ആളുകൾ ഇത് ചൊല്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇസ്ലാമുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ പണ്ഡിത വേഷധാരി പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ആൾ പറഞ്ഞു എന്നുള്ളതല്ല. ദീനുൽ ഇസ്ലാമിലൊരു കാര്യം ഇസ്ലാമിലേക്ക് അമലായിക്കൊണ്ട് അത് വരണമെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരു തെളിവ് വേണം, പ്രമാണം വേണം. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അതിൽ നമ്മൾ പരതി കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനമല്ല. പിന്നെ മദ്ഹല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാടുന്നത് പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട്. മദ്ഹ് മാത്രമാണോ അതിലുള്ളത്? അതിന് മുൻകഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ സലഫു സാലിഹ്യങ്ങളിൽ നിന്ന് എന്താണ് തെളിവുള്ളത് എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. അപ്പോൾ സഹോദരൻ്റെ ഒന്നാമത്തെ കാര്യത്തിനുള്ള ഒരാളൊരു ബിദ്അത്ത് അത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, സാഹിബ് ബിദ്അത്താണെങ്കിൽ അവൻ്റെ അമലുകൾ സ്വീകരിക്കൂല, അവൻ്റെ തൗബ സ്വീകരിക്കൂല എന്നുള്ള ഹദീസ് ഉണ്ട്. അപ്പോൾ മുബ്തദി ആണോ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇല്ലേ മുബ്തദികളുണ്ട്, അത് കഴിഞ്ഞും ബിദ്അത്തുകാരുണ്ട്. ഇമാം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഒരു പറ്റം ആളുകൾ വന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിസ്കാരത്തിൽ പലതരത്തിലുള്ള ബിദ്അത്തുകൾ കടത്തിക്കൂട്ടുന്ന ആളുകൾ ആണ് ഇപ്പോൾ അദ്ദേഹം നിസ്കരിക്കാൻ പോകുന്ന മസ്ജിദിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ ബിദ്അത്തുകൾ അവരിലേക്ക് തന്നെ മടക്കുക, നിങ്ങൾ അത് സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ അവിടെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഇതാണ്, നാം തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുകയും നാം അറുക്കുന്നത് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ്, ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതുണ്ട്. അപ്പോൾ ബിദ്അത്ത് അന്നും ഉണ്ടായിരുന്നു, പുതുതായിട്ട് ഇന്ന് ഇക്കാലത്ത് ഉണ്ടായതല്ല. പണ്ട് കാലം തൊട്ടേ പുതിയ പുതിയ ബിദ്അത്തുകൾ, അതായത് മനുഷ്യരിലധികവും അന്ധവിശ്വാസികളാണ് എന്നുള്ളതാണ് നമുക്ക് പഠനം നടത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും സഹോദരൻ പറയട്ടെ, നമ്മൾ തന്നെ പറഞ്ഞിട്ട് ഇല്ലേ അങ്ങനെ പോകേണ്ടതില്ല. ാണ് കാരണം അവരാണ് നമുക്ക് ദീൻ പ്രിസർവ് ചെയ്ത് കൈമാറി തന്നവർ. അപ്പോൾ നമ്മുടെ ഒരു മുസ്ലിം സഹോദരിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. സുബ്ഹാനല്ലാഹ്, അതിൽ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ആ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരാണ് നമുക്ക് ദീന് പരിചയപ്പെടുത്തിയത്, പഠിപ്പിച്ചത് എന്നുള്ളതാണ്. ആ ദീന് പഠിപ്പിച്ച ആളുകളെ എന്തിൽ നോക്കി പഠിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട്, അത് സഹോദരൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മൗലൂദ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ റാത്തീബോ അദ്ദാദോ എന്തോ ആവട്ടെ, അത് നമ്മിലേക്ക് അവർ പഠിപ്പിച്ചു തരുമ്പോൾ ഇത് എവിടെ നോക്കിയിട്ട് ദീനിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചാണ് ഷഹാദത്ത് കലിമ. അതുപോലെ തന്നെ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും സകാത്താണെങ്കിലും എന്ത് തന്നെ കർമ്മങ്ങളാണെങ്കിലും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന എല്ലാ അമലുകളും അമലു സ്വാലിഹാത്തുകളും ഇബാദത്തുകളും അത് പഠിപ്പിച്ചു തന്ന അള്ളയാണ്. നമുക്ക് റസൂലുള്ള പഠിപ്പിച്ചതല്ലാത്തൊരു നിസ്കാരമില്ല, റസൂലുള്ള പഠിപ്പിച്ചതല്ലാത്ത മറ്റൊരു ആരാധനയില്ല. മൗലൂദ് അത് ആ സഹോദരി പറയുന്നത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പേ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സഹോദരൻ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇത്രമാത്രമാണ്. ആ സഹോദരി പറയുന്നത് എന്നുള്ളതല്ല, അള്ളാൻ്റെ റസൂലോ സ്വഹാബത്തോ താബഈങ്ങളോ തബഉ താബഈങ്ങളോ അഇമ്മത്തിൻ്റെ ഉലമാക്കൾ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ? ഇല്ല. അത് ബിദ്അത്താണ്, അത് തള്ളപ്പെടേണ്ടതാണെന്ന് വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയേണ്ടത്. ഒരു സഹോദരി അവർ പഠിച്ച് മനസ്സിലാക്കിയ യഥാർത്ഥ ദീന് പറയുമ്പോൾ താങ്കൾക്ക് വിഷമം അനുഭവിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആ ഒരു കാര്യം. ഇനി പറയട്ടെ. ഇപ്പൊ കുറെ പേര് ഞാൻ അഹ്ലുസുന്നയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് അവരെ പ്രവൃത്തിയിൽ ഉണ്ടാവില്ല. മെയിനായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നയുടെ ഭാഗം അല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓക്കെ, എന്താണ് ആ സഹോദരി അവിടെ പറഞ്ഞതിൽ തെറ്റ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹിജാബിൽ വന്നുകൊണ്ട് മുഖമൊക്കെ മറച്ചുകൊണ്ട് വന്നുകൊണ്ട് ആ സഹോദരി പറയുന്നത് 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് അവരവിടെ പറഞ്ഞത്. ഒന്നെന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്, കാര്യം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്ലിയർ കുറവുണ്ട്. മരിച്ചവരോടോ സഹായം തേടുക ഓർ അള്ളാഹുവിനിടയിൽ മധ്യസ്ഥരെ ഉപയോഗിക്കുക, യൂസിങ് ഗേവ്സ് ആസ് ഇൻ്റർമീഡിയറ്റ് എന്നാണ് ഇവിടെ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് നബിദിനം മൗലിദ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് ഏലസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ആ സഹോദരി അവിടെ പറഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നല്ലേ നോക്കേണ്ടത്. ഇനി ആ സഹോദരൻ പറയുന്ന ഭാഗമുണ്ട്, നമുക്കതിലേക്ക് വരാം. മരിച്ചവരോടോ എന്നാണ് അവിടെ മരിച്ചവരോട് സഹായം തേടുക, ഓർ അള്ളാഹുവിനിടയിൽ മധ്യസ്ഥരെ ഉപയോഗിക്കുക. ഈ ഒരു കാര്യം അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എവിടുന്നേ നിങ്ങൾക്ക് ഇത് കിട്ടിയത്? നിങ്ങൾക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? അവിടെ കൊടുത്തോളിയും എന്നല്ലേ പറയേണ്ടുള്ളൂ. രണ്ടാമത് നബിദിനം റസൂലുള്ള ആഘോഷിച്ചിട്ടില്ല, സ്വഹാബത്ത് ആരും ആഘോഷിച്ചിട്ടില്ല, റസൂലുള്ളാൻ്റെ കുടുംബങ്ങൾ ആരും ആഘോഷിച്ചിട്ടില്ല, താബീങ്ങളോ താബീങ്ങളോ മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ ആഘോഷിച്ചിട്ടില്ല. പിന്നെ എവിടുന്ന് നിങ്ങൾക്ക് അത് കിട്ടിയത്? അതേപോലെ ഏലസ് ഉപയോഗിക്കുക എന്നുള്ളത്, ഉറുക്കും ഏലസും നൂലൂതിക്കെട്ടലും ഒക്കെ ഷിർക്കാണ് അല്ലേ? അത് സംബന്ധമായിട്ട് തന്നെ നമ്മൾ ഈ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനി ഈ സഹോദരി ഈ പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിലുള്ളതാണെങ്കിൽ ആ പ്രമാണം കാണിച്ച പ്രശ്നം തീരൂലേ സഹോദര? ഇല്ല, അവർ പ്രമാണമല്ല കാണിക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ അവരങ്ങനെ പാടുകയാണ്. പാട്ട് കേൾക്കാം നമുക്ക്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നയുടെ ഭാഗമല്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു മിനിറ്റ് എനിക്കൊന്ന് ഇടപെടേണ്ടതുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നയുടെ ഭാഗമല്ല എന്ന സഹോദരി പറഞ്ഞുവെങ്കിൽ അത് 2.5, 2.25, അരക്കാല് 3 വട്ടം അത് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ 100%. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുള്ളിയില്ല, ഇപ്പുറത്തേക്കും ഇല്ല. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് അത് ഫിർഖത്തുൻ നാജിയാണ്. ആരാണ് ഫിർഖത്തുൻ നാജിയ? അവർ സ്വർഗത്തിന് അവകാശികളാണ്. ആരാണിത് പറഞ്ഞത്? റസൂലുള്ളാഹിയാണ് പറഞ്ഞത്. അപ്പോൾ ആരാണത്? ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന ഈ ചര്യ പിന്തുടരുന്നവർ എന്നാണ് പറഞ്ഞത്. എന്നാ പറഞ്ഞോ, ഈ സഹോദരനാണെങ്കിലും ഇത് കേൾക്കുന്ന ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചിരുന്നു, വീഡിയോ വരുന്നുണ്ട്, കോൾ റെക്കോർഡ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഇതാ, വിളിച്ചോളൂ. എന്താണ് പറഞ്ഞത്? വളരെ വ്യക്തമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അത് ചെയ്യുന്നവർ അഹ്ലുസുന്നയിലല്ല, അവർ അഹ്ലു ഷിയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ്, ബറേൽവിയോ അല്ലെങ്കിൽ ഇല്ലേ കുബൂരിയോ ഖുറാഫിയോ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അതിന് തള്ളേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും നിലകൊണ്ട അന്നേ ദിവസത്തെ ചര്യ, അതിൽ ഈ പറയപ്പെട്ട അല്ലല്ലാത്തവരെ വിളിച്ചു തേടലില്ല. അതിനിടയിലൊരു MLA-നെയും മന്ത്രിനെയും കയറ്റിയിട്ടുള്ള മുഖ്യമന്ത്രിനോട് വിളിക്കലില്ല. അങ്ങനെയൊക്കെയാണ് ഇവർ പറയല്. ഇടയാളനെ വെക്കലില്ല. അതുപോലെ തന്നെ മൗലൂദ് കഴിക്കൽ, അത് നബിദിനാവട്ടെ അല്ലാത്തതാവട്ടെ മൗലൂദ് പാരായണം മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഓലെന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉറുക്കും ഏലസും മാട്ടും മാറണം അതൊന്നുമില്ല. അതില്ല, ആ ചര്യയിലില്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതല്ലേ, അതല്ലേ അഹ്ലുസുന്ന ആവാനുള്ള അല്ലേ മാനദണ്ഡം. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും സഹോദര താങ്കൾ പറയൂ. കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് മൗലിദാഘോഷങ്ങളാണ്. അപ്പോൾ ഈ മൗലിദാഘോഷങ്ങൾ 1950 വരെയെങ്കിലും കേരളത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളും മൗലിദ് ആഘോഷിച്ചിരുന്നു. അപ്പോൾ കേരളത്തിൽ 1950 വരെ, അറ്റ്ലീസ്റ്റ് 1950 വരെയുള്ള ആളുകൾ എല്ലാവരും പിഴച്ചുപോയി. ഒരു മിനിറ്റ് 1950 വരെ എല്ലാവരും ആഘോഷിച്ചിരുന്നു എന്നുള്ളതല്ല അതിനുള്ള മറുപടി, അല്ലെങ്കിൽ അതിനുള്ള ന്യായീകരണം. അതിനെന്താ ന്യായീകരണം വരിക? റസൂലുള്ള ആഘോഷിച്ചോ? ഇല്ല. റസൂലുള്ള സ്വന്തം ജന്മദിനം ആഘോഷിച്ചില്ല. ഓക്കെ, റസൂലുള്ളാഹിനോടുള്ള ഹുബിൻ്റെ ഭാഗമായിക്കൊണ്ട്, മുഹബത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, സ്നേഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാണ്? ഇന്നിപ്പോഴുള്ള ഈ 2, 3, 4 അല്ലെങ്കിൽ 2, 3 ഇംഗ്ലീഷ് ABCD അക്ഷരമാലയിൽ നിന്നുള്ള ആ സാനട്ട സംഘടനകളാണോ? അല്ല. നിങ്ങൾക്കാണോ പ്രവാചക സ്നേഹം ഇത്രയും കൂടുതൽ മനസ്സിലായത്? പ്രവാചക സ്നേഹം അല്ലേ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുക്കാൻ തുടങ്ങി? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, നമ്മൾ അത് സംബന്ധിച്ച് തന്നെ വീഡിയോകൾ ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇതന്നെ ഇപ്പോൾ കുറച്ച് ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നീണ്ടിട്ടുണ്ട്. അപ്പോൾ വിശദീകരണം കുറക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബാക്കൾ, താബീങ്ങൾ, താബീങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ, ആ ഒരു വിശ്വാസ, ആ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പൂർവ്വസൂരികളായ പണ്ഡിത കേസരികൾ, അവർക്കൊന്നും മനസ്സിലാകാത്തൊരു പ്രവാചക സ്നേഹം എവിടുന്നാണ് കിട്ടിയത് സഹോദര? ഇല്ലേ, ഞാൻ കൂടുതൽ പറഞ്ഞാൽ വീഡിയോ നീളുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നാക്കാം. പറഞ്ഞോ. അതിൻ്റെ ഈ നമ്മുടെ സഹോദരി പറഞ്ഞതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അതാണ്. രണ്ടാമത്തെ ഒരു ഇംപ്ലിക്കേഷൻ, മൗലിദാഘോഷത്തെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതരുണ്ട്. ഇവരെല്ലാവരും വിധേയികളും പേച്ചവരുമായി പോയി. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നല്ല സഹോദര, അതിനാണ് ഖുറാഫി എന്ന് പറയുക. അല്ലാണ്ട് ഖുറാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയിട്ട വാക്കൊന്നുമല്ല, കണ്ടതും കേട്ടതും വിശ്വസിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും അത് എടുത്തുകൊണ്ട് ഓനത് എടുത്തും കൊണ്ട് പോയിക്കോട്ടെ, ഓന് റബ്ബായിട്ട് ഹിസാബ് തീർക്കട്ടെ. ഇസ്ലാമിൽ അത് ഉണ്ടോ? അല്ലേ? പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വഹീഹ ഹദീസ്, അതായത്
പ്രവാചകചര്യ കൊണ്ടോ, അത് കഴിഞ്ഞാൽ ആസാറു സ്വഹാബ. നമ്മളിപ്പോൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, അതിൻ്റെ എണ്ണത്തിലല്ലേ ഉള്ളൂ ഇപ്പോൾ പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നമുള്ളത്. എന്നാൽ തറാവീഹ് നിസ്കരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇല്ലേ, അതിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണല്ലോ. അതിൻ്റെ എണ്ണം എത്രയെന്നുള്ളത് നിങ്ങൾ എത്രയേ നിസ്കരിച്ചോളിയും. ഇവിടെ തറാവീഹ് നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് നിസ്കരിച്ചിരുന്നു, പിന്നീട് അത് നിർത്തി. എന്നാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എന്തുണ്ടാക്കി, അത് വീണ്ടും ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുവാൻ 2 സ്വഹാബികളെ അതിന് നിശ്ചയിക്കുകയും ചെയ്തു. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് അത് വന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒഴിവാക്കുന്നുണ്ടോ? അല്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വന്നാൽ മതി, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വന്നാൽ മതി, അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് വന്നാൽ മതി. അല്ലെങ്കിൽ അവസാനമായിക്കൊണ്ട് വഫാത്താകുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ കാലത്തെങ്കിലും വന്നാൽ നമുക്കത് സ്വഹാബത്തിൻ്റെ ആസാറു സ്വഹാബയിൽ കൂട്ടാം. താബഈങ്ങളുടെ കാലത്ത് വന്നാൽ മതി. അവർ കൊണ്ടുവരുന്നത് ഏത് പ്രമാണം അടിസ്ഥാനമാക്കി എന്നുള്ളത്, അത് റസൂലുള്ള കഴിഞ്ഞ് ആര് കൊണ്ടുവന്നാലും നമ്മൾ പഠന വിഷയമാക്കുമ്പോൾ അത് എന്ത് അടിസ്ഥാനമാക്കി എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇവിടെ 50 കൊല്ലം മുമ്പേ, അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പേ, അല്ലെങ്കിൽ 1000 കൊല്ലം മുമ്പേ, 1000, 1300 കൊല്ലം ആയിക്കോട്ടെ, 1300 കൊല്ലം മുമ്പേ എന്തെങ്കിലും ഒന്ന് കൊടുന്നാൽ അത് എന്തടിസ്ഥാനമാക്കി കൊടുന്നു എന്നുള്ളത് നോക്കും. ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം നാഥനില്ലാത്തൊരു സംഭവമല്ല. നിങ്ങൾ എന്തിനങ്ങനെ ബേജാറാവുന്നത്? പറയും കാക്കോ. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, നമുക്ക് അവരുടെ ഫത്വയും വായിക്കാം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞിട്ടുള്ള സ്വഹീഹ് അൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള കമന്ററി ഷറഹ് രചിച്ചിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ബിദഅ ഹസനയാണെന്ന് ചെയ്താൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഫത്വയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തെ പോലെയുള്ളവരെയും ബിദഅകളാക്കുകയാണ് ഈ രീതിയിലുള്ള സംസാരത്തിലൂടെ സംഭവിക്കുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്വ വായിക്കാം. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാം എന്തോ ആണ്, ആയിക്കോട്ടെ. അപ്പോൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകത പറയുന്നത് ബുഖാരിക്ക് ശറഅ് എഴുതി എന്നുള്ളതാണ്. ബുഖാരിക്ക് ശറഅ് എഴുതാൻ ഇന്ന് അതിനനുസരിച്ചുള്ള പാണ്ഡിത്യം ഉണ്ടെങ്കിൽ അവർക്ക് എഴുതാം. അത് ഇന്നും എഴുതാം, അന്ന് എഴുതിയെന്നല്ല ഇന്നും എഴുതാം. അപ്പം അതൊന്നുമല്ല. അവിടെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നത് അതൊരു നല്ല ബിദ്അത്താണെന്ന് പറയുമ്പോൾ ഒരു നല്ല അമലാണെന്നല്ലല്ലോ പൊന്നു സഹോദര പറഞ്ഞിരിക്കുന്നത്, ബിദ്അത്താണെന്നല്ലേ, പുത്തനാചാരാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടായത് എന്നാണേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലത്തില്ലാത്ത വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലേക്ക് കൊണ്ട് കടത്തിക്കൂട്ടിയിട്ടുള്ളത്. ഇപ്പം റബീഉൽ അവ്വൽ മാസം പ്രവാചകൻ്റെ മാസമായിട്ട് കണക്കാക്കുകയും ആ പ്രവാചകൻ്റെ പ്രകീർത്തനങ്ങളും ആ പ്രവാചകൻ ചെയ്തു തന്ന കാര്യങ്ങളും ആ പ്രവാചകൻ്റെ വാക്കുകളും പ്രവൃത്തികളും അതിങ്ങനെ നമ്മൾ മക്കൾക്കും ആളുകൾക്കും പറഞ്ഞു കൊടുക്കുക, അതൊന്നല്ല ചെയ്യുന്നത്. ഇവിടെ വെച്ച് തിന്നുക, അതുപോലെ തന്നെ അതായത് ഉണ്ടുറങ്ങിയിട്ട് കൂത്താടുക എന്നുള്ളൊരു ലെവലല്ലേ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതിൽ ആ ഒരു അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സഹോദരൻ്റെ 2ാമത്തെ വീഡിയോ ഉണ്ട്, 3ാമത്തെ വീഡിയോ ഉണ്ട്. ഒരുമിച്ച് പറഞ്ഞത് 1 മണിക്കൂറിൻ്റെയും ഒക്കെ അപ്പുറം പോകും. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ തുടർന്നുള്ള മറ്റു 2 വീഡിയോകളും 2 വീഡിയോകളായിട്ട് തന്നെ നമ്മൾ വിശദീകരിക്കും എന്നുള്ള. ഇതൊരു വീഡിയോ കാണുമ്പോൾ ഇതൊരാൾ ഇങ്ങനെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഈ ചങ്ങായി പറഞ്ഞത് എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇസ്ലാമിലൊരു കാര്യം അത് പുണ്യമായിട്ട് അല്ലെങ്കിൽ അതൊരു അമലായിട്ട് ആഘോഷമായിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് ഇസ്ലാമിൽ തെളിവ് നിർബന്ധമാണ്. ആരെങ്കിലോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് വഹി ഉണ്ടാവണം. വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെ നിലച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ചതാണ്, അപ്പോൾ ഇപ്പോൾ ജിബ്രീലിന് എന്താ പണിയെന്ന്. പ്രിയമുള്ളവരെ, ഈ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും വാക്കുകളിലേക്കും പോകാതെ പരമാവധി ദീന് എന്താണെന്ന് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക. ഇതുപോലെയുള്ള പിഴച്ച വാദങ്ങൾക്ക്, പിഴച്ച വിശ്വാസങ്ങൾക്ക് അടിപ്പെടാതെ യഥാർത്ഥ ദീന് പരിശുദ്ധ ഖുർആനും തിരുനബിചര്യയും സഹാബാക്കളുടെ ജീവിതവും നോക്കി മനസ്സിലാക്കി പഠിച്ച് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.